ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അസ്ലം വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിലോട്ട് നമുക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം, 2 ടീസ്പൂൺ വിനീഗർ, 10 മിനിറ്റ് നമുക്കത് പിരിയാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ കൊടുന്ന് വെക്കാം. ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പാലാണ് നമുക്ക് വേണ്ട. പാലെടുക്കുക, അതിലോട്ട് നമുക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്താൽ നമ്മൾ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി മാത്രം നമുക്ക് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുരുമുളക് അരച്ചെടുത്തപ്പോൾ ആ കളറാട്ടോ അത് കാണുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും നമുക്കൊന്ന് പിടിപ്പിക്കാം. അപ്പോൾ നല്ലോണം നമുക്കിതൊന്ന് നല്ല മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക കേട്ടോ. ഇതിലിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് സെറ്റാക്കി കൊടുക്കാം. ഇനി ഇതിലായിട്ട് നമ്മൾ നല്ല കഴുകി വെച്ച് ചിക്കൻ ഇതാ നമ്മളിതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്ത് അതിൽ നല്ലോണം പിടിപ്പിക്കുന്ന രീതിയിൽ വെച്ച ശേഷം നമുക്കൊന്ന് മൂടി കൊടുക്കാം. നമ്മൾ പാത്രം മൂടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്കുള്ള വേറൊരു മസാല സെറ്റാക്കി എടുക്കാം. ഇനി നമ്മളൊരു ബൗളെടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് 1 മുട്ട ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി മാത്രം കേട്ടോ ഞാൻ പെട്ടത്. വെളുത്തുള്ളി പേസ്റ്റ് അരച്ചിട്ടുള്ള ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്ത് ഈ പരുവ ആവണ വരെ മിക്സ് ചെയ്യട്ടെ. നമ്മൾ പഴംപൊരീൻ്റെ പഴംപൊരീൻ്റെ പാറ്റേൺ ഉണ്ടല്ലോ, അതേമാതിരി കുറച്ചും കൂടി ഒന്ന് ലൂസായി എടുക്കുക. ഇനി ഒരു ബൗളെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങൾക്ക് എത്ര വേണോ എരിവ് അത്ര ഇട്ട് കൊടുക്കാം മുളക് പൊടി. ഞാനിവിടെ 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിലാണ് പൊരിച്ചെടുക്കുന്നത്. കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചിക്കൻ ഇതാ നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ മസാലയും അയക്കി ഡിപ്പ് ചെയ്യേണ്ട എല്ലാം സെറ്റായിട്ടുണ്ട്. എന്നിട്ടൊരു ചിക്കൻ എടുക്കുക. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ഈ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് സെറ്റാക്കിയ ശേഷം അടുത്ത് ഈ പൊടിയിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ സെറ്റാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചൂടായ നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് നല്ലോണം സെറ്റാക്കി എടുത്ത ചിക്കന് നമുക്കത് പൊരിക്കാനിട്ട് കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ പൊരിച്ച് സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വീഡിയോ വരുന്നവരെ ബൈ.